യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന നിങ്ങളോട് പറയുവാൻ തന്നിരിക്കുന്ന വചനം ഇതാ. Moses said to the people, do not be afraid. God has come to test you so that the fear of God will be with you to keep you from sinning. Exodus chapter 20 verses 20. മോസസ് പറയാണ്, തന്റെ ജനത്തോട് പറയാണ്, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഇതാ ഒരു ടെസ്റ്റ് വരുന്നു, ഇതാ പരിശോധന വരുന്നു. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ആ ദൈവത്തിന്റെ പരിശോധനയ്ക്കായി നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കൂ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് ടെസ്റ്റ് വരും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സാത്താനിൽ നിന്ന് ടെസ്റ്റ് വരും. യേശുക്രിസ്തുവിനെ തന്നെ പരീക്ഷിക്കുവാൻ സാത്താൻ കടന്നു വരുവാനിടയായി. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ പരീക്ഷകൾ പലതുണ്ട്. ചിലപ്പോൾ സാത്താനിന്റെ പരീക്ഷകൾ വരും, ദൈവത്തിനുള്ള പരീക്ഷ വരും. ദൈവത്തിനുള്ള പരീക്ഷ നമ്മളെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയാണ്. വൈ ഡസ് ഗോഡ് ടെസ്റ്റ് യു? നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ദൈവം എന്നെ പരീക്ഷിക്കുന്നത്? വെൻ വി ആസ്ക് വൈ ഗോഡ് ടെസ്റ്റ് us or allow us to, നമ്മൾ ചിലപ്പോൾ ദൈവത്തോട്, കർത്താവേ നീ എന്നെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ്, നീ എന്നെ പരീക്ഷിക്കുന്നത് എന്തിനാണ്, അഥവാ നീ എന്നെ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നത് എന്തെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. വെൻ ഗോഡ് ടെസ്റ്റ് ഹിസ് ചിൽഡ്രൻ, ഹല്ലേലൂയ, അത് തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം. ദൈവം പരീക്ഷിക്കുന്നത്, ദൈവം ടെസ്റ്റ് ചെയ്യുന്നത് തന്റെ കുട്ടികളെയാണ്, തന്റെ മക്കളെയാണ്. ഹി ഡസ് വാല്യുബിൾ തിങ് ബിക്കോസ് നമ്മൾ എന്താണ്, അവന്റെ മുന്നിൽ വലിയ വാല്യുബിൾ ഉള്ളവരാണ്, വലിയ വിലയേറിയ ആൾക്കാരാണ്. നമ്മളെ വിലയേറിയവരാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ ഒരു ടെസ്റ്റിലൂടെ കടത്തി പറ്റും. യു നോ ദാറ്റ് ദാവീദിനെ നമുക്കറിയാം. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, David needed God's testing, asking him to examine his heart and mind and see that there are true to him. Psalms 26:2. അതായത്, കർത്താവേ എന്റെ മൈൻഡിനെ, എന്റെ തോട്ട്സിനെ ഒന്ന് നീ ശോധന ചെയ്യണമേ. അവന്റെ ഹാർട്ടിനെ ഒന്ന് ശോധന ചെയ്യണമേ, അവന്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ. ദാവീദ് ദൈവത്തോട് പറയാണ്, ദൈവമേ എന്റെ ഹൃദയം നീ ഒന്ന് പരിശോധിച്ചാലും, എന്റെ മനസ്സിനൊന്ന് പരിശോധിച്ചാലും, എന്റെ ചിന്തകളെ ഒന്ന് പരിശോധിച്ചാലും. ഇൻ ബോത്ത് ദ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് ദ വേർഡ് ട്രാൻസ്ലേറ്റഡ് ടെസ്റ്റ് മീൻ ടു പ്രൂവ് മൈ ട്രയൽ. ദൈവം നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മളെ ട്രയലുള്ളവനാക്കി മാറ്റിയാണ്. ഒരു ഓട്ടക്കാരൻ മാരത്തോണിലോ അല്ലെങ്കിൽ വലിയൊരു ഒളിമ്പിക്സിലോ ഓടി അവൻ ജയിച്ച് കിരീടം പ്രാപിക്കണമെങ്കിൽ അതിനു മുന്നേ അവന്റെ ജീവിതത്തിൽ അവൻ ഒരു പരീക്ഷയിലൂടെ അവൻ തന്നെ ട്രെയിനിങ്ങിലൂടെ പോയെങ്കിൽ മാത്രമേ അവൻ വിജയിക്കത്തുള്ളൂ. അവൻ രാവിലെയും അവൻ ഉച്ചയ്ക്കും അവൻ രാത്രിയിലോ പ്രത്യേകമായി ട്രെയിനിങ്ങിൽ കടന്നുപോയി ചില പ്രാക്ടീസ് എടുത്ത് അവൻ ഒരു മാരത്തോണോ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സിലെ കടന്നു ചെന്ന് അവൻ അതിൽ പങ്കാളിയായി തീരുമ്പോൾ, അവൻ ഓടി വിജയിക്കുമ്പോൾ അതിന്റെ പുറകില് അവന്റെ ഒരു പ്രാക്ടീസ് ഉണ്ട്. അതുപോലെയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില ടെസ്റ്റ് തന്ന, ചില പരീക്ഷകളെ കടത്തിവിട്ട് എന്തിനു വേണ്ടി നമ്മളെ ചില വൻമതിലുകളെ, ചില പർവ്വതങ്ങളെ ഉടച്ചു മാറ്റുവാൻ, ചിലരെ രക്ഷിച്ചെടുക്കുവാൻ, ചിലരെ പാപത്തിന് പിടിച്ചെടുക്കുവാൻ, ചിലരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ഒരു ടെസ്റ്റിലൂടെ നമ്മളെ ദൈവം ആക്കി വെക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് എന്നേക്കൊക്കെ ദൈവം ഇതിലെ നിങ്ങളിപ്പോ ഒരു ടെസ്റ്റിലായിരിക്കും, നിങ്ങളൊരു പരീക്ഷയിലായിരിക്കും. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ പൊന്നുപോലെ ഒരുക്കി മാറ്റുന്ന, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിൽ ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. Know that God need to prove it is himself, since he know all things, rather he is providing to us. So therefore, when God testing his children, the purpose is to prove that our faith is raw. അപ്പോൾ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ പരീക്ഷിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവമുണ്ടെന്നും ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം ഉറപ്പിക്കുവാൻ തന്റെ കുഞ്ഞുങ്ങളെ ദൈവം ടെസ്റ്റിലൂടെ കടത്തിവിടും. തന്റെ കുഞ്ഞുങ്ങളെ ദൈവം ടെസ്റ്റിലൂടെ കടത്തിവിടും. തന്റെ മക്കളെ ദൈവം താൻ നല്ല ടെസ്റ്റ് കൊടുക്കുവാൻ. ദൈവത്തിന്റെ ടെസ്റ്റ് ഒരിക്കലും അവനെ തകർച്ചു കളയുവാൻ വേണ്ടിയല്ല, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയല്ല. Therefore when God tests his children, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. തന്റെ കുഞ്ഞുങ്ങളെ അവൻ ശക്തമായി ആക്കി മാറ്റും, രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ അവന് ടെസ്റ്റ് ചെയ്യുവാനിടയും നല്ല ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ, നല്ല വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാൻ, ദൈവത്തിൽ അവൻ അനുഗ്രഹം പ്രാപിച്ച് ഫെയ്ത്തിൽ നടക്കുവാൻ വേണ്ടി താൻ വലിയ ടെസ്റ്റിലൂടെ കടന്നു പോകും. Not that God needs to it is himself, since he know.
നോക്കൂ, അബ്രഹാമിനെ നോക്കൂ. അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്യാനിടയായി. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് പൈതലിനെ കൊടുത്തു. ഇസഹാക്കിനെ കൊടുക്കുവാനിടയായി. ഇസഹാക്ക് വളർന്ന ഏകദേശം 20 വയസ്സുള്ളപ്പോൾ ദൈവം വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ഇസഹാക്കിനെ നീ എനിക്ക് യാഗം കഴിക്കണം. നോക്കൂ, അബ്രഹാമിന്റെ ഹൃദയത്തിൽ എത്രമാത്രം വേദന ഉണ്ടായി. 20 വയസ്സ് വരെ അവനെ വളർത്തി പോറ്റി കൊണ്ടുവന്നിട്ട് അവൻ എന്റെ കാലശേഷം എന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി എന്റെ സ്വത്തിന് അവകാശിയെ തീരേണ്ടവൻ. ഹല്ലേലൂയ. ദൈവം പറയുന്നു അവനെ സാക്രിഫൈസ് ചെയ്യുവാൻ, അവൻ എന്താണ് ബലി കഴിക്കുവാൻ. സ്തോത്രം. നോക്കിയാൽ ഞാൻ 100-ാമത്തെ വയസ്സിൽ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടും 100 വയസ്സിലെ കാത്തിരുന്നിട്ട്, ഹല്ലേലൂയ, എന്റെ ശരീരം ജീർണിച്ചു പോയിട്ടും ദൈവം വീണ്ടും ഹല്ലേലൂയ ജീർണിച്ച അവസ്ഥ മാറ്റി തന്ന വീണ്ടും എനിക്ക് ഒരു കുഞ്ഞിനെ ഉത്പാദിപ്പിക്കാനുള്ള ശക്തി തന്നിട്ട്, എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ട് ദൈവം വീണ്ടും ചോദിക്കുകയാണ്, അബ്രഹാമേ, ഹല്ലേലൂയ, എന്റെ കുഞ്ഞിനെ സാക്രിഫൈസ് ചെയ്യുവാൻ വേണ്ടി. അബ്രഹാം ദൈവത്തോട് ഒന്നും പറഞ്ഞില്ല, അവൻ പിറുപിറുത്തില്ല. അവൻ എന്ത് ചെയ്തു? തന്റെ കുഞ്ഞിനെ ബലി കഴിക്കുവാൻ വേണ്ടി, യാഗം കഴിക്കുവാൻ വേണ്ടി തന്റെ കുഞ്ഞുമായിട്ട്, തന്റെ ഇസഹാക്കുമായിട്ട് യാഗപീഠത്തിലോട്ട് കടന്നു പോകുവാൻ ഇടയായി. അബ്രഹാം ഫെയ്ത്തില് ആട്ടുകുട്ടൻ കൂടെയുണ്ടെന്നുള്ള ഒരു വലിയ ഫെയ്ത്തില് അവൻ യാഗപീഠത്തിലോട്ട് കടന്നുപോയപ്പോൾ എന്തു സംഭവിച്ചു? യാഗപീഠത്തിന്റെ അവിടെ ചെല്ലുന്നവരെ അബ്രഹാമിന്റെ കയ്യിൽ ഒരാട്ടുകൊറ്റനിലായിരുന്നു. അബ്രഹാമിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്താണ്? ഞാൻ ഈ ഇസഹാക്കിനെ യാഗം കഴിച്ചാൽ ഒരുപക്ഷെ എന്റെ ദൈവം ഈ ചാരത്തിൽ നിന്ന് എനിക്ക് മറ്റൊരു ഇസഹാക്കിനെ തരും. ഒരുപക്ഷെ ഞാൻ യാഗം കഴിച്ചു കഴിയുമ്പോൾ ദൈവം ഈ ഇസഹാക്കിനെ പോലെ തന്നെ മറ്റൊരു ഇസഹാക്കിനെ എനിക്ക് ഉണ്ടാക്കി എന്റെ കരങ്ങൾ തരും എന്നൊരു വലിയ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. അബ്രഹാമും ദൈവം പറഞ്ഞ് കേൾക്കുവാനിടയായി. തന്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ അവൻ യാഗപീഠത്തെ കടത്തി അവൻ കെട്ടി, ഹല്ലേലൂയ, യാഗം കഴിക്കുവാൻ കെട്ടി. കത്തിയെടുത്ത് പ്രൈസ് ദി ലോർഡ്, ആമേൻ, യാഗപീഠത്തിൽ കിടക്കുന്ന ഇസഹാക്കിന്റെ തലമുറിക്കുവാൻ ആഞ്ഞു വെട്ടിയപ്പോൾ ദൈവം വിളിച്ചു, അബ്രഹാമേ, നീ കുഞ്ഞിന്റെ മേൽ കരം വെക്കരുത്. നോക്കണമേ, ഒരു ഫെയ്ത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി, അബ്രഹാമിനെ ശക്തീകരിക്കാൻ വേണ്ടി, അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവം കൽപ്പിച്ചപ്പോൾ ആ പരീക്ഷയിൽ അബ്രഹാം ജയിക്കുവാനിടയായി. എന്നെ കേൾക്കാൻ ദൈവം ഇതിലെ എന്നെ നിങ്ങളെയും സ്വതന്ത്രൻ ദൈവം ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പരീക്ഷ ജയിക്കുവാൻ വേണ്ടിയാണ്, അവിടെ ഒരു വിജയം ലഭിക്കുവാൻ വേണ്ടിയാണ്. അവിടെ ചെറുതൊക്കെയാണ് ദൈവത്തിന് മുന്നിൽ ഒരു നമുക്ക് ചില പ്രതിഫലം കിട്ടുവാൻ വേണ്ടിയാണ്. നോക്കണമേ, എ സ്റ്റോറി ഓഫ് ദ സോവർ concern a sower who selected feed which is taken for a different type of ground. നോക്കണമേ, വിതയ്ക്കാൻ പോയവന്റെ കഥ കർത്താവ് യേശു നമ്മൾ പറയുവാനിടയായി. അവൻ വിതയ്ക്കാൻ കടന്നുപോയപ്പോൾ എന്ത് സംഭവിച്ചു? കുറച്ച് വിത്ത് എന്ത് സംഭവിച്ചു? അത് നിലത്ത് വീണോ? വഴിയരികിൽ വീണോ? വഴിയരികിൽ വീണത് എന്ത് സംഭവിച്ചു? The hard ground by the way that prevents the seed from spiritually at all, and that seed becomes nothing, means that bird food. നോക്കണേ, അത് ഒരു ബേർഡ്സിന്, അതായത് പക്ഷികൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമായി തീർന്നു. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനം വഴിയരികിൽ വീണ വചനം പോലെയായി തീരുക. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. നമ്മളിൽ വീണ്ടിരിക്കുന്ന വചനം എന്താണ്? അത് സ്വതന്ത്രം ഫലമുള്ളതായി തീരണം. കേട്ട വചനം അന്നേരത്തെ സന്തോഷത്തിന്, ഹല്ലേലൂയ, അത് മതിയാക്കുന്ന വചനമായി തീരരുത്. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടണം. കേട്ട വചനം നമ്മുടെ വിശ്വാസമായി പരിണമിക്കണം. കേട്ട വചനം സ്വതന്ത്രം നമുക്ക് അത്ഭുതമായി തീരണം. കേട്ട വചനം നമുക്ക് ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരണം. രണ്ടാമത്തെ ദിവസം വിത്തിന് എന്തുണ്ടായി? The strong ground provides enough soil for the seed to germinate, to develop in the plant, to grow, because there is no deepness of earth. നോക്കിയേ, രണ്ടാമത്തെ വിത്ത് വീണപ്പോൾ അവിടെ ആ വിത്ത് വളർന്നു വരുവാനുള്ള പ്രൈസ് ദി ലോർഡ്, ആ എർത്തില് മണ്ണ് പോരായിരുന്നു. അതിനെന്ത് സംഭവിച്ചു? ആ വിത്ത് വളർന്നു വരുന്നതിന് മുന്നേ അത് നശിക്കുവാനിടയായി. The plants do not take root that are sun withdraw in the sun. നോക്കിയേ, ആ വലിയ സൂര്യപ്രകാശം അടിച്ചപ്പോൾ ആ പ്ലാന്റ് വളരുവാൻ സാധിച്ചില്ല. ആ ചൂടിന്റെ ആധിക്യം മൂലം ഈ പ്ലാന്റ് തളർന്നു പോകുവാനിടയായി. ലൈക്ക് ടു ലൂസ് ദ ഫ്രഷ്നെസ് ഓഫ് ദ യൂത്ത് ആസ് എ ഫ്രം ഏജ്. എങ്ങനെ സംഭവിക്കുന്നു? To lose the freshnesses of youth as from age. അതായത് ഒരു പ്രായമേറിയ മനുഷ്യൻ
അവന് ആ യൂത്തിനെ പോലെ ആയിത്തീരാൻ പറ്റാത്ത അവസ്ഥ പോലെ, ഒരു യൂത്ത് എനർജിക്കായിട്ട് നടക്കുമ്പോൾ, അവൻ കുതിരയെ പോലെ ഓടുമ്പോൾ, അവൻ പ്രായമേറിയ ഒരു മനുഷ്യൻ എന്താണ് പലപ്പോഴും തളർന്നു പോകുമ്പോൾ ക്ഷീണിച്ചു പോകുന്നത് പോലെ എന്തുപറ്റി? ആ പ്ലാന്റ് വളർന്നു വന്നപ്പോൾ സൂര്യപ്രകാശം ആ പ്ലാന്റിൽ അടിച്ചപ്പോൾ, ആ ചെടിയിൽ അടിച്ചപ്പോൾ അവൻ തളർന്നു പോകുവാനിടയായി. സ്വതം ടു ലൂസ് ദ ഫ്രഷ്നെസ് ഓഫ് യൂത്ത്. അതുപോലെയാണ് സീഡ് എന്താണ്? സീഡ് സൂര്യപ്രകാശത്തിൽ അമ്മ മണ്ണില്ലാത്തടത്ത് വീണപ്പോൾ അത് തളർന്നു പോകുവാനിടയായി. എന്നെ കേൾക്കുന്ന വൈദ്യുതി സ്വതം ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. സൂര്യപ്രകാശം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അവൻ ചില ദൈവത്തിന്റെ പരീക്ഷ കടന്നു വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. നമ്മളെ തളരാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായി തീരണം. ദ തിങ്സ് ഗ്രൗണ്ട്. മൂന്നാമതായി കർത്താവ് എക്സാമ്പിൾ പറയാണ്, ദ ത്രോയിങ്, അതായത് മുള്ളിൽ വീണു. ആ ഗ്രൗണ്ട് അലൗസ് ടു സീഡ് ടു ഗ്രോ, ബട്ട് ദി കംപ്ലീറ്റ്ലി ത്രോൺ ചോപ്പ് ഇത് ലൈഫ് ഔട്ട് ഓഫ് ദി ബെനിഫിഷ്യൽ. നോക്കണമേ, ആ മൂന്നാമത് വന്ന അല്ലെങ്കിൽ മൂന്നാമത് വിത്ത് വീണപ്പോൾ അത് മുള്ളിനിടയിലായി തിരുവനട മുള്ളെന്ത് ചെയ്തു? അതിനെ ഞെരുക്കിക്കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങള് ഹല്ലേലൂയ, ആ മുള്ളിനിടെ വീണതുപോലെ ആ വിത്തിനെ ഞെരുക്കിക്കളയാനിടയായി. സ്തോത്രം. മൂന്നാമതായി കർത്താവ് ഉദാഹരണം എന്താണ്? ദ ത്രോയിങ് ഗ്രൗണ്ട് അലൗസ് ദി സീഡ്. നോക്കിയ മുള്ളിന്റെ ഇടയിൽ വിത്ത് വീഴുവാൻ ആമേശ്വരൻ ഗ്രൗണ്ട് അനുവദിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? മുള്ളതിനെ ഞെരുക്കിക്കളയുവാനിടയായി. ആ ബെനിഫിഷ്യൽ വരുവാനിടയായില്ല. സ്തോത്രം. അപ്പൊ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ആ നല്ല ബെനിഫിഷ്യൽ വരണമെങ്കിൽ, നല്ല ഉദ്ദേശം വരണമെങ്കിൽ, നല്ല വിശുദ്ധി വരണമെങ്കിൽ, ദൈവത്തിന്റെ വലിയ പദ്ധതി നമ്മൾ വെളിപ്പെടണമെങ്കിൽ ആമി മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ആയിത്തീരരുത്. സ്തോത്രം, ഹല്ലേലൂയ. ആമി നല്ല നിലത്ത് വീണ വിത്ത് എങ്ങനെ വളർന്നു വരുമോ അത് 30, 60, 100 മേനെയും ആവിത്തീരുവാൻ ആമി കാരണമായി തീരും. അതുപോലെ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ചില ടെസ്റ്റ് എന്തിനാണ് വരുന്നത്? ഒരു നല്ല വിത്ത് നല്ല നിലത്ത് വീണ് നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു വരുന്നത് പോലെ ആയിത്തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കണം. പ്ലാന്റ്സ് ദ ഗ്രൗണ്ട്. നോക്കണമേ, പ്ലാന്റ്സ് എന്ത് പറ്റി? ദ ഗ്രൗണ്ട് റിസീവ് ദ സീഡ് ദാറ്റ് പ്രൊഡ്യൂസ് മച്ച് ഫ്രൂട്ട്. ഹല്ലേലൂയ. അപ്പൊ നല്ല നിലത്ത് വീണ വിത്തിന് എന്ത് സംഭവിച്ചു? അത് നല്ല രീതിയിൽ അനേകം ഫ്രൂട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുവാനിടയായി. സ്വന്തം. അപ്പൊ നല്ല സീഡ് നല്ല ഗ്രൗണ്ട് വീഴുമ്പോൾ അത് സംഭവിക്കും, ഒരുപാട് ഫ്രൂട്ട് നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാവും. നോക്കിയേ, കർത്താവായ യേശുക്രിസ്തു അത്തിയെ പറ്റി പറഞ്ഞു. എന്ത് പറ്റി? അത്തി കർത്താവായ യേശുവിന്റെ തന്നെ പരസ്യകാല ശുശ്രൂഷയില് വിശക്കുവാനിടയായി. യേശു എന്ത് ചെയ്തു? അവിടെ നോക്കുമ്പോൾ നല്ലൊരു അത്തി നിൽക്കുന്നു. ആ അത്തിയുടെ അരികെ യേശു കടന്നു ചെന്നു. യേശു അടുത്ത് ചെല്ലുമ്പോൾ എന്താണ്? അത്തിയിൽ ഒരുപാട് ഇലയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തിയിൽ ഒരുപാട് ഇലയുണ്ടാകുന്നത്? കാരണം ചുറ്റും നോക്കിയപ്പോൾ പല അത്തികളിലും ഇലയില്ലായിരുന്നു. പക്ഷേ ഈ അത്തിയിൽ മാത്രം ഇലയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഇതിന്റെ റൂട്ട് അങ്ങ് ആഴങ്ങളിൽ പോകുവാനിടയായി. ആഴങ്ങളിൽ പോയി എന്താണ് ഈ റൂട്ട്? ഈ ഈശ്വരൻ എന്താണ്? ഹല്ലേലൂയ, വേരുകള് ചെന്നത് ഈശ്വരൻ ആ വെള്ളമുള്ളിടത്തായിരുന്നു. വെള്ളത്തിൽ നിന്ന് ഈ വേര് എന്താണ്? വെള്ളത്തെ വലിച്ചെടുത്ത് ഹത്തി ഹല്ലേലൂയ സമൃദ്ധിയായി വളരുവാനിടയായി. പലരുടെയും അവസ്ഥ എങ്ങനെയാണ്? സ്തോത്രം. ദൈവമൊക്കെ അവന് വലിയ നന്മകൾ കൊടുക്കുന്നുണ്ട്. അവിടെ വളർച്ച വലുതാണ്. അവനെന്താണ്? ഒരുപാട് ഇലയുണ്ട്. പക്ഷേ സ്തോത്രം, ദൈവത്തിന് വിശന്നപ്പോൾ, യേശുവിന് വിശന്നപ്പോൾ ആ ഫ്രൂട്ട് നോക്കിയപ്പോൾ അതിന്റെ അകത്ത് അത്തിയില്ല. ഹല്ലേലൂയ. അതുപോലെയാണ് പലരുടെ ജീവിതം. അവരെ നോക്കുമ്പോൾ വലിയ അനുഗ്രഹമാണ്, പുറമെ നോക്കുമ്പോൾ